പ്ലസ് ടു പഠനത്തോടൊപ്പം 2024 JEE എക്സാമിനെതിരെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ഹരികൃഷ്ണൻ. അപ്പോൾ ഹരീഷ്ണനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മോനെവിടെ സ്ഥലം എവിടെ? എറണാകുളം അല്ലേ? എങ്ങനെയായിരുന്നു മോനെ ഈ ഒരു ജേണി 2 വർഷത്തെ? പ്രത്യേകിച്ച് നിങ്ങൾ +1 +2 ബ്രില്യൻറ്റിൽ എൻട്രൻസ് കോച്ചിങ്. അതെ. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഒരു ജേണി എന്ന് പറയാം? ജേണി ഇപ്പോൾ മുതലേ നമ്മൾ സാർമാരുടെ ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു. എല്ലാ ദിവസവും എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചതിൻ്റെ ഒരു ബലമാണ് കിട്ടിയത്. മോൻ്റെ സ്ഥലം എവിടെയായിരുന്നു? എറണാകുളമാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, മുത്തശ്ശി. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് അച്ഛനും അമ്മയും ടീച്ചറാണ്. അനിയനിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന്റെ പ്രൈമറി സ്കൂൾ കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളും ഒരു 10th വരെ ഉള്ളത് ഞാൻ ഭവൻസ് മുൻഷി വിദ്യാസത്തിലാണ് പഠിച്ചത്. തിരുവാങ്കുളത്ത്, എറണാകുളത്താണ്. പിന്നെ അവിടെ തന്നെയാണ് KG പഠിച്ചത്. +1 +2 പഠിച്ചത്? +1 +2 ചാവറ പബ്ലിക് സ്കൂൾ പഠിച്ചു. ചാവറ പബ്ലിക് സ്കൂൾ പാലായിലല്ലേ? അപ്പോൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് മോഹം മനസ്സിൽ വന്നായിരുന്നോ, അതോ +1 +2 ആ ഒരു സമയത്തായിരുന്നു അങ്ങനെ ആഗ്രഹം വന്നത്? ആ 10th കഴിഞ്ഞ് ജസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് ഇതൊക്കെ അറിയണത്, IIT കുറിച്ച് അപ്പോഴറിയണം. അപ്പോൾ അപ്പോഴാണ് ഇതിനോടൊരു താല്പര്യം വന്നത്. അപ്പോൾ JEE വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസിനെ കുറിച്ചൊന്നും പറയാം? JEE വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കെമിസ്ട്രിയും മാത്സും ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഫിസിക്സ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന, എല്ലാവരും ഫിസിക്സ് ഓക്കെ ആയിട്ട് പഠിച്ചു വരും. കെമിസ്ട്രി മാത്സ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി നമ്മൾ NCERT നല്ലപോലെ തറവാക്കുക, അത്രേ ഉള്ളൂ. കെമിസ്ട്രിക്ക് അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ NCERT നല്ലപോലെ തറവാക്കുക, കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് കെമിസ്ട്രി കിട്ടും. മാത്സ് എന്ന് പറയുമ്പോൾ മാത്സ് നമ്മൾ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണണം. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യണം. എന്നാലേ നമുക്ക് മാത്സ് കരസ്ഥമാക്കാൻ പറ്റൂ. ഈ മാത്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല പെർസെൻറ്റേജിലേക്ക് എത്തിക്കണത്. അപ്പം നമ്മൾ അത് അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹരീഷിനൊക്കെ എങ്ങനെയായിരുന്നു മാത്സിനോട് ഒരു താല്പര്യം ചെറുപ്പം മുതലേ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ് മെയിൻസിന് പോയത്. അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനെ കുറിച്ച് പറയാമോ? അഡ്വാൻസിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റ് നല്ലപോലെ ഫോക്കസ് ചെയ്യണം. കെമിസ്ട്രിയുടെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഫിസിക്സിൻ്റെ ആണെങ്കിലും നമ്മൾ കൺസെപ്റ്റ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് അഡ്വാൻസ് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്സിൻ്റെ കാര്യം വരുമ്പോൾ അഡ്വാൻസിന് നമ്മൾ മെയിൻസ് ലെവൽ തന്നെ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഹയർ ഓർഡർ തിങ്കിങ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്സിന് വേണ്ടിയിട്ട്. പിന്നെ ഫിസിക്സിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇങ്ങനെ നല്ല ഡിഫറെന്റ് ബുക്സ് എടുത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കെമിസ്ട്രി ആണെങ്കിൽ NCERT നന്നായിട്ട് വായിക്കുക. കെമിസ്ട്രി എപ്പോഴും NCERT നന്നായിട്ട് വായിച്ചാൽ എല്ലാം ശരി. അപ്പോൾ അതുപോലെ തന്നെ മോന് ഒരു IIT ചിലപ്പോൾ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം, ഒരു കോഴ്സ് സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അപ്പം മോനെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു IITയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എനിക്ക് CS കിട്ടുന്നതാണ് ആഗ്രഹം. IIT മദ്രാസിലല്ലേ? ഓക്കെ. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നല്ല IIT തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ മെയിൻസിനുണ്ടായ ഈ വിജയം തുടരുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.